ഈ പുഴയും കിടന്ന് സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രി ശാരദയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ശാരദ ആരും അറിയാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ശാരദ പടിയിറങ്ങുകയാണ്. ആ ഇരുട്ടത്ത് ഒരു മലയുടെ മുകളിലേക്കാണ് ശാരദ പോയത്. ശാരദ അരവിന്ദനെ കുറിച്ച് ആലോചിക്കുകയാണ്. പെട്ടെന്ന് അരവിന്ദൻ വന്ന് ശാരദയെ വിളിക്കുന്നതായി തോന്നിയതും കൈനീട്ടിയ ശാരദ കാൽ വഴുതി താഴ്ചയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട് കാവേരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. നോക്കിയപ്പോൾ ശാരദയെ അവിടെ എങ്ങും കാണാനില്ല. കാവേരി ഗംഗയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. കാവേരി കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഗംഗയോട് പറയുകയാണ്. അങ്ങനെ ഗംഗയും കാവേരിയും കൂടി ശാരദയെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. എല്ലായിടത്തും തിരഞ്ഞ് അവർ അവസാനം അവരുടെ വീട്ടിലെത്തുകയാണ്. രാത്രിയിൽ ഇരുട്ടത്ത് ആ വീടിന്റെ വരാന്തയിൽ ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങുകയാണ് ശാരദ. ഗംഗയും കാവേരിയും ശാരദയെ വിളിച്ചുണർത്തി. എല്ലാം മറന്ന് ഒന്നുറങ്ങണമെന്ന് തോന്നി. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നമുക്ക് അന്തിപ്പാറയിൽ നിന്ന് താഴേക്ക് ചാടാം, ശാരദ പറഞ്ഞു. ഇങ്ങനെയുള്ള ബോധക്കേടുകളാ നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. ശാന്തമായ മനസ്സോടെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അച്ഛന്റെ പണമിടപാടുകളെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന്. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാമെന്ന് അരവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത്. എനിക്കതിനുള്ള വിവരമൊന്നുമില്ല. അതുകൊണ്ട് ജയപാലിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. ഇത്രയും ആർഭാടത്തിലുള്ള കല്യാണം വേണമോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചതാ. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഗംഗയുടെ കല്യാണം ആർഭാടത്തിൽ നടത്തിയാലും കാവേരിയുടെ കൂടെ നടത്താനുള്ളത്ര പണം കയ്യിലുണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്. എല്ലാം ഞാൻ കാരണമാ. ഇപ്പോ പഠിപ്പിന്റെ വില ഞാൻ അറിയുന്നുണ്ട്, ശാരദ കരഞ്ഞു. അച്ഛനൊഴികെ നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. ഇപ്പോൾ നമുക്ക് ചുറ്റും ഇരുട്ടാ. പക്ഷേ അച്ഛൻ തന്നെ അതിനുള്ള ഒരു വഴി കാണിച്ചു തരും, കാവേരി പറഞ്ഞു. ബ്രഷ് ചെയ്യാൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിള. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന് ഗംഗ പറയുകയാണ്. അപ്പോഴേക്കും വിനീത് എത്തി. കയ്യിലിരുന്ന കവർ വിനീത് നിളയ്ക്ക് കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് പറമ്പിൽ നിന്ന് കത്തിക്കാനുള്ള വിറകുമായി സുജാത വരികയാണ്. നിളയുടെ കയ്യിലിരുന്ന കവറ് വാങ്ങി സുജാത നോക്കുകയാണ്. നടക്കട്ടെ നടക്കട്ടെ, ചിലർക്ക് ആല് കീഴ്ത്താലും അതൊരു തണലാ. ഇവള് നിനക്ക് പട്ടിവില തന്നിരിക്കുമ്പോ ഈ അവസ്ഥ. ഇക്കണക്കിന് കുറച്ച് ഗവനിച്ചിരുന്നെങ്കിലോ? നീ ഇവളുടെ കാലിൽ കെട്ടിവീണ് കിടക്കുമായിരുന്നില്ലേടാ, സുജാത വിനീതിനോട് ചോദിച്ചു. എന്റെ മോനെ വേണ്ടാന്നല്ലേടി നീ പറഞ്ഞേ? ഇപ്പോ അവനുണ്ടാക്കുന്ന കാശ് വേണം. ഇതുപോലെയുണ്ടോ നാണം കെട്ടതുങ്ങൾ, സുജാത പറഞ്ഞു. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്ന ശാരദ ഗംഗയെ ഓടിവന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നിങ്ങളെന്തിനാ ഒന്നും ആലോചിക്കാതെ ആ ടൈലറിന്റെ പുറകെ ഇറങ്ങിച്ചെന്നത്? അവനും അവന്റെ ഫാമിലിക്കും നിങ്ങളോട് റിവഞ്ച് ഉണ്ടാകുമെന്ന് ആലോചിക്കാനുള്ള കോമൺ സെൻസ് നിനക്കെങ്കിലും ഇല്ലേ? അച്ഛനോട് പോലും ചോദിക്കാതെ നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും നീ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നത് എനിക്കിഷ്ടമാവില്ലായിരുന്നല്ലോ. വെള്ളപ്പൊക്കത്തിൽപ്പെട്ട അഭയാർത്ഥികളെ പോലെയാണോ നീ എന്റെ കുടുംബത്തിലേക്ക് കയറി വരേണ്ടത്? കുറച്ചുകൂടി പിടിച്ചു നിൽക്ക്. നീ ഒന്ന് സെറ്റിലായാൽ അച്ഛനോട് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോന്നോളാം ഞാൻ, വിശാല് യമുനയോട് പറയുകയാണ്. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുത് ഒന്നും അരവിന്ദന്റെ കുടുംബത്തിന് ഇനി വരാനില്ല. എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളാം ഞാൻ, യമുന പറഞ്ഞു. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.